ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ പറയാനുള്ളത് നല്ല രീതിയിൽ പഠിക്കണേക്കെ കൂടുതൽ നല്ലൊരു ക്യാരക്ടർ കിട്ടണം എന്ന് മാത്രമാണ് പറയാറുള്ളത്. അപ്പം മോനിപ്പം ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പം എങ്ങനെയാണ് ഇപ്പം നിങ്ങളെ കേസ് അല്ലാത്ത രീതിയിൽ തന്നെ മോൻ എന്തെങ്കിലും സ്കൂൾ റിലേറ്റഡ് കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിലൊരു സങ്കടപ്പെട്ടിരിക്കുന്ന ടൈമിൽ മോനിക്ക് എങ്ങനെയാണ് ഒരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാൻ ശ്രമിക്കാറ്? കൂടുതലും അത് ലിമിറ്റ് കൂടുതലും അവൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം എക്സാം 3rd സ്റ്റാൻഡേർഡിലാണ് ആൾ പഠിക്കുന്നത്. ആൾക്ക് മാത്സ് കുറച്ച് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ എക്സാം ഇത്തവണ കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ആൾ ഭയങ്കര അപ്സെറ്റായി. എന്ന് വെച്ചാൽ അതിന് എല്ലാ തവണയും ഫുൾ മാർക്ക് മേടിക്കുന്ന ആൾക്ക് 2 മാർക്ക് പോയി. അപ്പോൾ ഭയങ്കര സാഡായി. അപ്പോൾ അവനറിയാം മാർക്ക് ഇതനുസരിച്ച് കുറയുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് പോട്ടെ, അത് കുഴപ്പമില്ല. അപ്പോൾ ഇത് മാർക്ക് കുറഞ്ഞ അമ്മ ഞാൻ എന്തോ മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. മാർക്കിന് വേണ്ടിയിട്ടല്ല, എന്തോ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അത് കിട്ടാതാവുമെന്ന് ആൾക്ക് ടെൻഷനായി. ഞാൻ പറഞ്ഞു ഇല്ല, അങ്ങനെയില്ല, നമ്മൾ മാർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട, ശ്രദ്ധിച്ച് പഠിക്കുക, അങ്ങനെയുള്ള സപ്പോർട്ടുകൾ കൊടുക്കാറുണ്ടല്ലോ. അത് എപ്പോഴും പണ്ടൊക്കെ പാരൻസ് പറയണമല്ലോ ഇന്ന മാർക്ക് മേടിച്ചിട്ട് വരണം. എൻ്റെ അച്ഛനും അമ്മയ്ക്ക് എങ്ങനെയായിരുന്നു അറിയാം. അങ്ങനെയൊന്നും പറയാറില്ല. കൂടുതൽ സപ്പോർട്ട് ചെയ്യും. നല്ല രീതിയിൽ പഠിക്കുക. ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ പറയാനുള്ളത് നല്ല രീതിയിൽ പഠിക്കണേക്കെ കൂടുതൽ നല്ലൊരു ക്യാരക്ടർ കിട്ടണം എന്ന് മാത്രമാണ് പറയാറുള്ളത്. അപ്പോൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യാറുണ്ടല്ലോ. കൂടുതൽ എന്താ പറയുക, നമ്മൾ അവന് പ്രഷറൈസ് ചെയ്യുക അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല നമുക്ക്.